അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഒരു ദുആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ളൊരു ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദുആയാണ് ഇന്ന് നാം പഠിക്കുന്നത്. നമ്മളൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ദുആ ചെയ്യുന്ന അടിമയെ അള്ളാഹ്ക്ക് നല്ല ഇഷ്ടവുമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചതും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ്. നാം അള്ളാഹുവിനോട് അടിമകളാകുന്ന നാം സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹം എന്താ? പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും റബ്ബിനോട് നാം ദുആ ചെയ്യുന്നതൊരു ഇബാദത്താണെങ്കിൽ തന്നെ എൻ്റെ എല്ലാ പ്രയാസങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് നമുക്ക് വലിയ പ്രയാസങ്ങൾ, കഠിനമായ രോഗം, കടം, ഗർഭിണികൾക്ക് സുഖപ്രസവം, അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദുആഉൽ കർബ്. ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയുന്ന, നമ്മൾ എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, രണ്ടു നേരവും പതിവായി ചൊല്ലുന്ന ഒരു ദുആയാണ്. ഈ ദുആഇന് ഇത്രയധികം മഹത്വങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാന യഖൂലു ഇൻദൽ കർബി, വല്ല വിഷമം വന്നാൽ, വല്ല പ്രയാസവും വന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് എപ്പോഴും പറയുന്ന ഒരു വചനങ്ങളാണ്, ഒരു ദിക്റാണ്, ഒരു ദുആയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഇത് ദുആഉൽ കർബ്. ഖാല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമഘട്ടത്തിൽ പറയാറുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഹബീബായ തങ്ങൾ പറയാറുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അൽ അളീമുൽ ഹലീം, സഹനശക്തിയും മഹത്വവുമായ അല്ലാഹു. അല്ലാഹുവിൻ്റെ ഇസ്മുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, റബ്ബുൽ അർശിൽ അളീം, അതിമഹത്തായ അർശിന്റെ റബ്ബായ അല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ആകാശഭൂമികളുടെയും അത്യുന്നതമായ അർശിന്റെയും റബ്ബാണ്. അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ടുള്ള ദിക്റുകൾ എന്ന് മാത്രമല്ല, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്, അത് ഉച്ചരിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പൊ സുമ്മ യദ്ഉ, അപ്പൊ അള്ളാഹുവിൻ്റെ അത്യുന്നതമായ നാമങ്ങൾ അൽ അലീം, അൽ ഹലീം തുടങ്ങിയ നാമങ്ങളാണ്. സുമ്മ യദ്ഉ, പിന്നെ ഹബീബ് റസൂലുള്ളാഹി ഈ ദിക്ർ ചൊല്ലിയിട്ട്, ഈ ദുആ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഏതൊരു വിഷമത്തിൽ അകപ്പെട്ടാലും ആ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏത് വിഷമഘട്ടത്തിലും മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ഏത് വിഷമഘട്ടത്തിലും ഈ ദുആ സുന്നത്തുമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെട്ടു വന്ന സഹാബിയോട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ ദുആഉൽ കർബ് വർദ്ധിപ്പിക്കാനാണ്. നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, ഒരു പ്രയാസമില്ലാത്തവരൊന്നുമല്ല നമ്മൾ.
കടങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും വീടില്ലാത്തവരാണെങ്കിലും അതുപോലെ മക്കളില്ലാതെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ആ പ്രയാസം ഈ ദിക്റ് ചൊല്ലിയിട്ട് ആ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് നമ്മുടെ അഹ്ലീങ്ങൾക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലുള്ള ദിക്റുകളും ദുആകളൊക്കെ പതിവാക്കാനും അതുമൂലം അള്ളാഹുവിലേക്ക് അടുക്കാനും അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ വിശ്വാസി കുടുംബത്തോട് മുഴുവനും പറയട്ടെ, ഈ ദുആ എല്ലാവരും കാണാതെ പഠിച്ച് 2 നേരം മിനിമം സുബഹിക്ക് ശേഷം അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് പതിവാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.